ഒന്നൊന്ന് നിങ്ങൾ ഈ വീട്ടിനകത്തും കയറിയോ? നിന്നെ തിരക്കാ മോളെ. നീ എന്റെ മുതലാളിയമ്മ ഒന്ന് വിളിക്കേ. എന്തിനാ? അവരിവിടെ ഇല്ല. ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ട, നീ പുറപ്പെട്ടോ. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഞാൻ വരില്ല. ഭാർഗവൻ ഇതുവരെ നിന്നോട് സ്നേഹമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വരില്ലെന്ന് പറഞ്ഞത്. ആരാ മോളിൽ? വലിയ മലയാളിയാണോ? അപ്പൊ പച്ചമയില്ലാത്ത സമയം നോക്കി നിങ്ങൾ രണ്ടുപേരും കൂടി നീ മിടിക്കാടി. നല്ലവണ്ണം നിന്ന നിനക്കാകും. നിന്നെ പോലെ കൊഴുപ്പും മെഴുപ്പുള്ള പെൺകുട്ടികൾ ഈ പ്രായത്തിൽ സമ്പാദിക്കണവടി. ചെല്ലേ, എനിക്ക് കുറച്ച് രൂപ മേടിച്ച തൽക്കാലം ഒരു 200 രൂപ മതി. എന്റെ പേര് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കാശും കിട്ടില്ല. അല്ലേ വേണ്ട, ഞാൻ ചോദിക്കാം. വാ നീ വാ. സാറേ, എന്റെ ദൈവം, പോയിട്ട് പല പ്രശ്നങ്ങളുമാണ് സാറേ. ആരാടെ ഇവിടെ വെള്ളം വയ്ക്കുന്നത്? ആ ഭാർഗവനാണോ? ഇന്നവൻ കുടിച്ചാണോ വന്നിരിക്കുന്നത്? എങ്കിൽ ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ താമസം മതിയാക്കണം. അവൻ ഇനി ഇവിടെ വരരുത്. നീ അവനോട് പറ്റോ? പൊന്നു മുതലാളി, എന്നെ രക്ഷിക്കണം. അങ്ങേരുടെ എന്നെ അയക്കരുത്. പിന്നെ അവനല്ലേ നിന്റെ രക്ഷകർത്താവ്? അയാൾ എന്നെ നശിപ്പിക്കും. വരട്ടെ. കുടിച്ചു ബോധമില്ലാതാണ് അയാൾ എന്നും വീട്ടിലേക്ക് വരുന്നത്. ഒരിക്കലും എന്റെ അമ്മ കണ്ടില്ലായിരുന്നെങ്കിൽ അയാളുടെ പിടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. ഇനി ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നാൽ അയാൾ എന്നെ വീട്ടിലേക്ക് അയക്കരുത് മുതലാളി. താനിവിടെ? ശാരദയെ ഒന്ന് കാണാൻ. അവൾ മുതലാളിയുമായി സംസാരിക്കാൻ മുകളിലോട്ട് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല. കൊച്ചമ്മ അങ്ങോട്ട് പോണ്ട. അവരെന്തെങ്കിലും ചില്ലറ തമാശ. ഇതാ തന്റെ 200 രൂപ. മേലാൽ ഈ പടി കയറരുത്. വരരുതെന്ന് പറഞ്ഞാൽ എന്റെ മോളൊക്കെയാണ്. പറഞ്ഞുവല്ലോ. നമസ്കാരം. എന്തിനാ നിങ്ങൾ അവന് കാശ് കൊടുത്തത്? അവൻ ശാരദയെ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ. കൊണ്ടുപോട്ടെ. ശാരദയെ ഞാനാ എവിടെ നിർത്തിയത്. അവളുടെ ബന്ധുക്കളെ എങ്ങനെ സ്വീകരിക്കണമെന്ന് എനിക്കറിയാം. ആ വൃത്തിയിട്ട മനുഷ്യൻ എവിടെ സ്വീകരിച്ചിരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു? അതിനിവിടെ ആരെ ഇരുത്തി? എന്ന് മുതലാണ് നിങ്ങൾ ഈ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്? അതിന് നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഉള്ളപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാലോ? മോദി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഓഫീസും കമ്പനിയും തനിച്ച് ഭരിക്കുന്നുണ്ടല്ലോ. ഇനി വീട്ടുകാര്യം കൂടി നിങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ ഞാൻ എന്തിനും ഇവിടെ ഇരിക്കണം? നീ എന്തിനിങ്ങനെ ശോഭിക്കുന്നു? അതിലൂടെ എന്തുണ്ടായി? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എടി, നീ ഇനി ഇവിടെ നിൽക്കണ്ട. നിന്റെ അമ്മയ്ക്ക് എഴുതിക്കോ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ. കൊച്ചമ്മേ, അല്ലെങ്കിൽ എങ്ങനെ അയക്കണമെന്ന് എനിക്കറിയാം. അങ്ങേര് വന്ന് ബഹളം വെച്ചതിന് ഞാൻ പറഞ്ഞത് അനുസരിച്ചേച്ചാ മതി.